ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെൽനാസ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് ഓണമാണ്. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. മോർണിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ആതിരവിവി ഞാനും കൂടെ ലോകം സിനിമ കാണാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പം ലോകമല്ലേ, ലോകയാണോ എനിക്കറിയില്ല. എനിക്ക് സിനിമേനെ പറ്റി വലിയ പ്രാവീണ്യമില്ല. അതുകൊണ്ടാണ് അവളാണ് ബുക്ക് ചെയ്തതൊക്കെ. അപ്പം ഞങ്ങളിന്ന് പോകാൻ പോകും. അപ്പം ഞാനിങ്ങനെ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ബിനീറ്റയാണ് വീഡിയോ പിടിക്കണത്. അവളെ കൊണ്ട് 2-3 വീഡിയോ ഒക്കെ പിടിപ്പിച്ച് ഞാൻ ഫോട്ടോയൊക്കെ എടുപ്പിച്ച് എന്നിട്ടിപ്പോൾ അങ്ങനെ ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഇടുന്നത്. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ വായിക്കാം. അത്രേ ഉള്ളൂ. പാവം ബിനീറ്റയാണ് ഫ്രണ്ട്സ് എനിക്ക് എല്ലാ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത്. എന്റെ പൊന്നു ഫ്രണ്ട്സ്, ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് വ്യൂ ഒന്ന് ഇവരെ കാണിച്ചു കൊടുക്കുന്ന കുറച്ച് ജനം ഹിന്ദി വാലാസ്. എടോ നിന്റെ കയ്യാ ഞാൻ ചോദിച്ചു. കാറ് പഠിച്ചത് എന്റെ പൊന്നു ബീവി ഇങ്ങോട്ട് നോക്ക്. ബീവി ഭയങ്കര നടത്ത. ബീവിയുടെ അങ്കിൾമാര് ഇവിടുന്ന് ചെന്നൈന്ന് അങ്ങോട്ട് വണ്ടി പിടിച്ച് ഒരു ലോഡ് ആളുകൾ വന്നിട്ട് ഇവിടെ മനുഷ്യന് നടക്കാൻ ഒരു സ്ഥലമില്ല. ഇത് നോക്കാം, അവിടേക്ക് ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങളുടെ അവസ്ഥ മറ്റേ മൂഞ്ചി പോയ പോലെ ആയിപ്പോയി. ഇതിനകത്തൊരു ഹിന്ദിക്കാരാണ് മൊത്തം. എനിക്ക് ഇഷ്ടല്ല. ബോട്ടിങ് കയറിയാലോ? എന്താ ഭയങ്കര വർഷം. അത് മാത്രമല്ല മൊത്തം ഹിന്ദിക്കാരാ. കേരള നിറച്ച ആളാ. വേണ്ട, നമുക്ക് വേറെ സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്കോ ലോക ഇത് പൊന്നേ. ബോട്ടിംഗ് എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ ഇതിൽ നടന്ന് ഭയങ്കര വിളിയാണ്. ഞങ്ങളെങ്ങും ബോട്ടിങ്ങിന് പോയിരുന്നില്ല. ഭയങ്കര നിറച്ച ആളുകളാ, ഭയങ്കര റഷ്. ഒരിക്കലും ഞാൻ മറൈൻ ഡ്രൈവിൽ ഇത്ര ആളെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സ്ഥലത്ത് നിന്ന് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാവട്ടെ വീഡിയോ എടുക്കാനാവട്ടെ ഒന്നും വരെ കൂടാതെ മഴയും പെയ്യണ്. അയ്യോ എൻ്റെ അമ്മയെ കൊടയുമില്ല, പെട്ടു. എന്റെ പൊന്നു ഫ്രണ്ട്സ്, പള്ളി പെരുന്നാളിന് കൊണ്ടുണ്ടാവില്ല ഇത്ര ആളെ തട്ടിയിട്ട് സത്യത്തിൽ ഞങ്ങൾക്കും അത് നടക്കത്തില്ല. ഇങ്ങോട്ടും ഹിന്ദി വാലാസം ഒന്ന് ഇടുക്കിയാണ്. ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഇവിടെ ആളാൻ വിധം വന്നിട്ട് ഫോട്ടോ എടുക്കണം. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ നിറച്ച് കൂലി ആദരവ് വരണം. മഴ പെയ്തു ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ കൊടയും കൂടി ഇല്ല. ഞങ്ങളങ്ങനെ അതിൻ്റെ മറൈൻ ഡ്രൈവിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്നു. പക്ഷേ ഇവിടെയും നിറച്ചാളാണ്. ഏതൊരു റെസ്റ്റോറൻറ്റിൽ കയറണം, ഫുഡ് കഴിക്കണം. അതാണിപ്പോൾ ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. ഞങ്ങളങ്ങനെ അവിടുന്ന് ഫ്രണ്ട്സ് ഓടിക്കളിച്ച് വന്ന് ഇപ്പുറത്ത് ഭയങ്കര മഴയായിരുന്നു. പുറത്ത് നനഞ്ഞ് ഷൂ ഒക്കെ. പിന്നെ ക്രോസ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഓടി കയറി ഞങ്ങൾ. ഇവിടെയാണെങ്കിൽ ആകെ ഫ്രൈഡ് റൈസും പൊറോട്ടയും ചപ്പാത്തിയും ഉണ്ട്. നമ്മൾ എന്തായാലും ഓർഡർ ചെയ്ത് പൊറോട്ട, മലബാർ ചിക്കൻ കറി ഓർഡർ ചെയ്തു. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. റെസ്റ്റോറൻറ്റ് പേരറിയില്ല, പക്ഷെ റെസ്റ്റോറൻറ്റിന്റെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം. പക്ഷെ AC ഇല്ല ലേഡി. AC ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ കറിയും പൊറോട്ടയും വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇനി ഇത് ഇട്ട് അങ്ങ് തിന്നണം, അതാണ് അടുത്ത സ്റ്റെപ്പ്. ചായ വന്നിട്ടില്ല, ചായയും കൂടെ വരാറുണ്ട്. ഇഷ്ടായില്ലേ? സൂപ്പർ. ആക്ച്വലി കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാനായിട്ട് പോവാണ്. ഞങ്ങളുടെ കൈ കഴുകാൻ ഞങ്ങൾ 5:35 ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്ത ടൈം ആവാറായി. ഞങ്ങൾ ഓടുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ബൈ. ഈ ബില്ല് പേ ചെയ്യാം. എത്ര? പിൻ നമ്പർ
എത്രയായിരിക്കും? ചേട്ടാ എത്രയാന്നറിയോ? 419 രൂപയാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ്. സവിത സംഗീത തിയേറ്ററിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണേ. കാരണം അവിടെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അല്ല വിവി, ഓർമ്മ കിട്ടാൻ എളുപ്പമായിരുന്നു നമുക്ക്. ഇനിയിപ്പോ വേറെ ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ പോവാന്ന് വെച്ചു. ബസ് കാത്തിക്കുവാണ് ഫ്രണ്ട്സ്. ഒറ്റ ബസ് വരാനില്ല. ബസ് വന്നിട്ട് വേണം വേഗം ഞങ്ങൾക്ക് കയറി പോകാനായിട്ട്. ബാക്കിൽ മൊത്തം അണ്ണന്മാരുടെ കൂടാണ്. വിവിയുടെ അണ്ണൻ, വിവിയുടെ ബ്രോസ് ആണ് ഇവിടെ മൊത്തം. എനിക്ക് ബസ് സ്റ്റോപ്പിൽ ബ്രോസ് മൊത്തം നോട്ടാണ് വിവിയുടെ ഒരു അണ്ണനാന്ന് തോന്നുന്നു. ഈ ഡ്രസ് ഇട്ടുണ്ട് റോട്ടി കൂടെ. സിസ്റ്റർ, എനിക്കാണെങ്കിൽ കഴിക്കാനുള്ള സാധനങ്ങൾ മേടിക്കാം. മിക്സർ, പച്ചലൈസ് മേടിച്ചല്ലോ. ഇല്ല, 2 കഴിച്ചില്ലെങ്കിൽ തന്നെ തല്ലിക്കൊല്ലും. കേട്ടല്ലോടാ. വെള്ളം മതി, വേണ്ട. ഇത് ഫുള്ള് തീർക്കില്ല നമ്മള് കഴിച്ച്. ഇതിനകത്ത് തിന്നാൻ സത്യം പറഞ്ഞാൽ ആഞ്ഞു തിന്നാനൊന്നുമില്ല. അത് മേടിക്കുക, തിന്നില്ലെങ്കിൽ തന്നെ തല്ലിക്കൊല്ലും. ഡെൽനയുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. തിന്നാനാണ് സിനിമ കാണാനാണ് പോണേ. ഛർദിക്കാൻ വന്നിട്ട് തനിക്ക് ഞങ്ങള് തിയേറ്ററിലെത്തി. ആദ്യമായിട്ടാണ് സവിതയിൽ ഇത്രയും തിരക്ക് ഞാൻ കാണുന്നത്. ഇന്ന് പോയ എല്ലാ സ്ഥലത്തും അല്ല വിവി, ഇന്ന് എവിടെ കയറി അവിടെ എല്ലാം തിരക്ക്. ഇന്ന് നമ്മൾ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം തിരക്ക്. ഐസക്സ്, സരിത ഞങ്ങളങ്ങനെ തിയേറ്ററിലെത്തി. സരിത സംഗീതയില് ഞാൻ വിവി ഉണ്ട്. എന്തോരം ആളാണ് ഇവിടെ. സ്റ്റെപ്പുമ്മയൊക്കെ കയറി ഇരിക്കേണ്ട. ഞാൻ ബാക്ക് ക്യാം കാണിച്ചത്. സരിതയുടെ ഉള്ളില് നിറച്ചാളാണ്. സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ നിൽക്കേണ്ടത്. സാധാരണ ഇവിടെ ഒന്നും ഇത്ര ആൾക്കാരെ കാണാറില്ല. രണ്ടാമത്തെ എഴുതായിട്ട് രണ്ടാമത്തെ വഴി മേളിൽ കേട്ടോ. വിവി എവിടെയാ? പരിചയമില്ല. ഡബ്ല്യു ഒക്കെയാണ് കാണിക്കണം. ഐ തിങ്ക് ഏറ്റവും ഫ്രണ്ടിലാണോ? ഞങ്ങൾ തിയേറ്ററിലെത്തി. നിറച്ചാളാണ് ഫ്രണ്ട്സ്. ഞങ്ങളാണെങ്കിൽ ഒരു കോർണറിലാണ് സീറ്റ് എടുത്തപ്പോ. ആക്ച്വലി നമ്മള് കോർണറാന്ന് വിചാരിച്ചാണ് എടുത്തത്. ഞങ്ങളൊരു മിഡിൽ സീറ്റാന്ന് തന്നെ എടുത്തതാണ്. അല്ലേ വിവി? ഇൻചാർജാണ് ബുക്ക് ചെയ്തത്. വാർഡ് ഇൻചാർജിന് തെറ്റ് പറ്റിയിരിക്കുന്നു. കൊല്ലാൻ കയറെടുക്കാൻ പോവുകയാണ്. ഞാൻ സിനിമ തുടങ്ങി ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഇവിടെ ഫുള്ള് ആളായേക്കണ്. ലൈറ്റൊക്കെ ഓഫായി. ഇനിയിപ്പോ ഞങ്ങൾ മൂവി കാണാൻ പോവാ. ഇന്റർവെല്ലിന് ആരെ വിളിച്ചോണ്ടിരിക്ക? വാടിന്നായ എലിസബത്ത് അയ്യടി കോള് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കണേ. എന്റെ ലവർ ആയിട്ടാണ് അവള് ഫോണിൽ സംസാരിച്ചത്. ഇന്റർവെല്ലാണ്. അവിടെ 4 വരുന്ന മൊത്തം ആൾക്കാരാണ്. ഈ എലിസബത്ത് വാർഡിലാണ്. ഒരു പണിയില്ലാണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് മൂവി കഴിഞ്ഞ് ഇറങ്ങി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നത്? സൂപ്പർ മൂവിയാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കല്യാണപ്രദേശത്തിന്റെ ഫുള്ള് ആക്ടിങ് ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലേടി? ഞാൻ ആക്ച്വലി അവളുടെ ഫാനൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ സിനിമയോട് കൂടി ഐ ആം ദ ബിഗ്ഗസ്റ്റ് ഫാൻ.
ഇനിയിപ്പം വണ്ടി പിടിച്ച് ഹോസ്റ്റലിൽ റീച്ച് ആണ്. അല്ല ഇപ്പൊ വാടം വിളി തുടങ്ങും. യൂബർ വിളിക്കണ്ട, ബസ് തന്നെ നോക്കാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ബസ് കിട്ടിയില്ലെങ്കിൽ യൂബർ വിളിക്കും. വാടം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഷോപ്പെട്ടിക്കകത്തേക്ക് വെക്കുക. ഈ സിസ്റ്ററിന് ഹോസ്റ്റലിൽ എപ്പോൾ കയറിയാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കറക്റ്റ് 9 o'clock ഹോസ്റ്റലിൽ അകത്ത് കയറണം, അല്ലെ പിടിക്കും. വി ആർ വെരി. ഞങ്ങളിവിടെ എത്തിയതും പെരും മഴ. വണ്ടി സിനിമ കഴിഞ്ഞത് പൊരിഞ്ഞ മഴ. ഞങ്ങളുടെ ഈ കടയുടെ ഫ്രണ്ടിൽ കയറി വായ്പൊളിച്ചിരിക്കാൻ ഒരു യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവനെ കാണാനില്ല. നമ്പർ എത്രയാണ്? വീട്ടിൽ പോയി എടി അപ്പച്ചനോട് വീട്ടിലേക്കല്ലേ പോണെ. എടി യൂബറിന്റെ നമ്പർ എത്രയാ? 8520. കാണാനില്ലല്ലോ. ഒരു അരമണിക്കൂറായ ചേട്ടൻ ഇവിടെ എവിടെയോ കിടക്കാൻ തുടങ്ങി. തിയേറ്ററിൽ വാങ്ങിച്ച സാധനങ്ങൾ ഈ സിസ്റ്ററിന് കഴിക്കാൻ വേണ്ടിട്ട് കൊറേ ബാലൻസ് യൂബറിൽ കയറി. ഇനിയിപ്പം വേഗം ഹോസ്റ്റലിൽ റീച്ച് ആവണം, അല്ലെ ഇപ്പൊ വെളി വരും ആന്റിയുടെ. നല്ല മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ക്ലാരിറ്റി ഇല്ല ഫ്രണ്ട്സ്. ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പെട്ടെന്ന് പോയി ഹോസ്റ്റലിൽ കയറട്ടെ.